എന്റെ സഹോദരൻ എന്നോട് എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താൽ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ യേശു പറയുന്നു, 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യമെന്ന്. ഇത് എണ്ണമില്ലാത്ത ക്ഷമയെക്കുറിച്ചുള്ള ഒരു പ്രബോധനമാണ്. തുടർന്ന് തനിക്ക് കടപ്പെട്ടിരുന്നവനോട് കരുണ കാണിച്ച രാജാവിനെയും എന്നാൽ തന്നോട് കടപ്പെട്ടിരുന്നവനോട് കരുണ കാണിക്കാതിരുന്ന ദാസനെയും കുറിച്ചുള്ള ഉപമയിലൂടെ യേശു ഇത് വിശദീകരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വലിയ ക്ഷമയെ ഓർക്കുകയും ആ ക്ഷമ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനഭാഗം വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും അങ്ങേയറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ തടവുകാരിൽ ഒരാൾ രക്ഷപ്പെട്ടപ്പോൾ 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നാസി ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ഇക്കൂട്ടത്തിൽ ഫ്രാൻസിസ് ഗജോവ്നിസക് എന്ന കുടുംബനാഥനുമുണ്ടായിരുന്നു. അയാളുടെ നിലവിളി കേട്ട് മാക്സിമിലിയൻ കോൾബെ തനിക്ക് പകരം അയാളെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു. തന്റെ ജീവൻ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട് കോൾബെ ക്രിസ്തു പഠിപ്പിച്ച പരസ്നേഹത്തിന്റെ പൂർണ്ണമായ മാതൃക കാട്ടിത്തന്നു. ഇത് കേവലം ക്ഷമയിലുപരി ശത്രുവിനോട് പോലും സ്നേഹത്തോടെ പെരുമാറാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിന്റെ വചനം കോൾബെയുടെ ജീവിതത്തിൽ പൂർത്തിയായി.